ആശ്രയയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ അഭയകേന്ദ്രം ഒരുക്കും. തെരുവിൽ അലയുന്നവർ, ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട വയോധികരായ മാതാപിതാക്കൾ, അനാഥരായ കുഞ്ഞുങ്ങൾ തുടങ്ങിയവരെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പെരിന്തൽമണ്ണയിൽ ആശ്രയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രത്തിൻ്റെ ധനശേഖരണത്തിന് കൊട്ടാരക്കര ആശ്രയയുടെ അമ്മ അറിയാൻ എന്ന നാടകം മെയ് 29 അവതരിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. തെരുവിൽ അലയുന്ന രോഗികൾ, ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കൾ, അനാഥരായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരാശ്രയരായ 2000-ൽ പരം ആളുകളെ കൊട്ടാരക്കര ആശ്രയ കേന്ദ്രം സംരക്ഷിച്ചു വരുന്നുണ്ട്. കൊട്ടാരക്കര ആശ്രയ കേന്ദ്രത്തിന് കീഴിൽ പെരിന്തൽമണ്ണയിലും ആശ്രയ കേന്ദ്രം ഒരുക്കും. ആദ്യം വാടക കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്രത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നതിന് കൊട്ടാരക്കര ആശ്രയ കേന്ദ്രത്തിൻ്റെ അമ്മ അറിയാൻ എന്ന നാടകം പെരിന്തൽമണ്ണയിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ വഴിയിൽ അരിഞ്ഞു നടക്കുന്ന ആളുകൾ, ചില വീടുകളിൽ പോലും നമുക്ക് പാർപ്പിക്കാൻ പറ്റാത്ത മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് കഴിയുന്ന കുട്ടികൾ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ പാർപ്പിക്കാനൊരിടം പെരിന്തൽമണ്ണയിലില്ല. അപ്പോൾ അത് നമ്മൾ ആശ്രയ കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഏകദേശം 2000-ൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ആരും ഇല്ലാത്ത ആളുകൾ അവിടെ കൊണ്ടുവന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ ഒരു സാധാരണ മനുഷ്യരാക്കിയതിന് ശേഷം കുടുംബത്തിലേക്ക് വിട്ടയക്കുന്ന ഒരു സ്ഥാപനമാണ് ആശ്രയ കൊട്ടാരക്കര. അപ്പോൾ അവരുടെ നാടകമാണ് ഈ അമ്മ അറിയാനുള്ളത്. അവരുടെ നാടകം നമ്മൾ പെരിന്തൽമണ്ണയിൽ 29-ാം തീയതി പ്രദർശിപ്പിക്കുകയാണ്. കാര്യം നമ്മുടെ യങ് ജനറേഷൻ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കഥയാണ്. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹവും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ നാടകം ചർച്ച ചെയ്യുന്നത്. വൈകിട്ട് 6 മണിക്ക് അലങ്കാർ ഓഡിറ്റോറിയത്തിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. ലഹരി, മയക്കുമരുന്ന് വിപത്തിനും ഇതുമൂലമുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്കുമെതിരെയുള്ള പ്രമേയത്തിലാണ് നാടകാവതരണം. ആരോഗ്യ, ജീവകാരുണ്യ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച 20 പേരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പെരിന്തൽമണ്ണ ആശ്രയം രക്ഷാധികാരി ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, പ്രസിഡന്റ് ഡോക്ടർ കെ സാലിം, സെക്രട്ടറി റവറന്റ് ഫാദർ ഡോക്ടർ വിക്ടർ ജെ, സെക്രട്ടറി ഡോക്ടർ പി കൃഷ്ണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.